What is up guys? You are already watching Cinema is Life. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ഇംഗ്ലീഷ് ഹൊറർ ഫിലിം ആണ് വെപ്പൺസ്, ഡയറക്റ്റഡ് ബൈ സാക് ഗ്രെഗർ. ഇതിന് മുമ്പേ പുള്ളി വേറെ ഒരു ഹൊറർ മൂവിയും കൂടെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ബാർബേറിയൻ. ഭയങ്കര ഹൈപ്പും നല്ല അടിപൊളി റിവ്യൂസൊക്കെ കിട്ടിയ മൂവിയായിരുന്നു. പക്ഷേ പേഴ്സണലി ഞാൻ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി നല്ലതായിട്ടൊന്നും തോന്നിയില്ല. സ്റ്റാറിംഗ് ജൂലിയ ഗാർണർ, റീസെൻ്റ്ലി ഇറങ്ങിയ ഫണ്ടാസ്റ്റിക് 4 മൂവിക്കകത്ത് സിൽവർ സർഫറായി പ്ലേ ചെയ്ത ആൾ. ഇതിൻ്റെ കൂടെ നമ്മുടെ മാർവലിൻ്റെ താനോസ് ആയി പ്ലേ ചെയ്ത ജോഷ് ബ്രോലിനും കൂടെ ഉണ്ട്. നൗ ലെറ്റ് മീ ജസ്റ്റ് ജംപ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. വെപ്പൺസ് മൂവി ഹൊറർ മൂവിയാണ്, പക്ഷേങ്കിൽ ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് ഫിലിം ഇസ് ദ സ്റ്റോറി. ഇറ്റ് ഹസ് ഗോട്ട് എ വെരി വിയർഡ്, ഒരു പ്രത്യേകതരം ടൈപ്പുള്ള ഒരു വിയർഡ്, ഒരു ബിസാർ ടൈപ്പുള്ള ഒരു കോൺസെപ്റ്റുള്ള ഒരു സ്റ്റോറിയാണ് വിച്ച് കെപ്റ്റ് മീ ഹുക്ഡ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. എ സ്റ്റോറി ഡ്രിവൻ ഹൊറർ ഫിലിം. ഈ മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു പർട്ടിക്കുലർ ടൗണിൽ ഒരു സ്കൂളിൽ ക്ലാസ് 3 ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ പഠിക്കുന്ന 20-25 പിള്ളേർ ഒരു ദിവസം രാത്രിയിൽ ഇവരെല്ലാവരും ഇവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടിപ്പോയി. ദി ഡിസപ്പിയർ അറ്റ് ദി എക്സാക്ട് സെയിം ടൈം. ഇവരുടെയൊക്കെ വീടുകളിലെ സെക്യൂരിറ്റി ഫുട്ടേജ് പോലീസ് ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത്, എക്സാക്ട് സെയിം ടൈമിൽ കുറേ വീടുകളിൻ്റെ അകത്തുനിന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാവരും ഇറങ്ങി അങ്ങ് ഓടി. ആൻഡ് ദി ഡിസപ്പിയർ. നോ വൺ നോസ് വെയർ ദേ ആർ. ദ പേരൻസ് ആർ കൺഫ്യൂസ്, ദ ഹോൾ ടൗൺ ഇസ് കൺഫ്യൂസ്. ഈ പേരൻസ് എല്ലാവരും ബ്ലെയിം ചെയ്യുന്നത് ഈ ക്ലാസ് ടീച്ചറിനാണ്. ഇവർ പറയുന്നത് ഈ ക്ലാസ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ മാത്രം എങ്ങനെയാണ് ഇറങ്ങി ഓടിയത്. പക്ഷേ ഒരു കൊച്ചിറങ്ങി ഓടിയിട്ടില്ല, ബാക്കി എല്ലാവരും ഓടിയ. സോ നൗ ദാറ്റ്സ് വെരി വിയർഡ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദീസ് കിഡ്സ്? പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, പേരൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, ടീച്ചർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പിള്ളേരൊക്കെ എവിടെ പോയി? ഈ പിള്ളേരെ തിരിച്ച് കിട്ടുമോ ഇല്ലയോ? വാട്ട് വാസ് ദ റീസൺ വൈ ദേ ഓൾ റാൻ അവേ? ദാറ്റ് ഫോംസ് ദി ഓവറോൾ പ്ലോട്ട് ഓഫ് ദിസ് ഫിലിം. ഒരു വെരി വിയേർഡ്, ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോൺസെപ്റ്റാണ്. ആൻഡ് ഒരു നല്ലൊരു ക്ലൈമാക്സ് ആൻഡ് എൻഡിങ്ങും ഇതിന് കൊടുത്തിട്ടുണ്ട്. ജനറലി ഇങ്ങനത്തെ ഹൈ കോൺസെപ്റ്റ്, വെറൈറ്റി കോൺസെപ്റ്റ് മൂവീസിൽ ദി ഓവറോൾ സ്റ്റോറി സെറ്റിംഗ് ഇതെല്ലാം നല്ല രസമായിരിക്കും. പക്ഷേ ആസ് ആൻഡ് വെൻ ദ മൂവി പ്രോഗ്രസസ്, ബൈ ദി എൻഡ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഐദർ ഭയങ്കര കൺഫ്യൂസിംഗ് ആയി മാറും, ഓർ എ വെരി ബ്ലാൻഡ്, ഒരു നോർമൽ, ഒരു ആ കോൺസെപ്റ്റിനെ മാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സ് ആയി മാറും. പക്ഷേ ഈ മൂവിക്കകത്ത്, വെപ്പൺസിൻ്റെ അകത്ത്, ദ കോൺസെപ്റ്റ് ഇസ് ഓൾസോ വെറൈറ്റി ആൻഡ് ദ ക്ലൈമാക്സ് ഇസ് ഓൾസോ സാറ്റിസ്ഫാക്ടറി. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് പോസിറ്റീവ് ഗൈസ്, ദ സ്റ്റോറി ഓഫ് ദിസ് ഫിലിം കെപ്റ്റ് മീ ഹുക്ഡ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. സെക്കൻഡ് പോസിറ്റീവ്, സ്ക്രീൻ പ്ലേ ഓഫ് ദ മൂവി. ഒരു വെറൈറ്റി സ്ക്രീൻ പ്ലേ കോൺസെപ്റ്റാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. ഈ സെയിം ഇവൻറ്റ്, ഞാനിപ്പോൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ ആ ഇവൻറ്റ്, ഡിഫറെൻറ്റ് ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സിൽ ത്രൂ ആണ് നമ്മളെ കാണിക്കുന്നത്. ടീച്ചറിൻ്റെ പെർസ്പെക്റ്റീവ്, ഒരു പേരൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പലിൻ്റെ പെർസ്പെക്റ്റീവ്, പോലീസ് ഓഫീസറിൻ്റെ പെർസ്പെക്റ്റീവ്. സെയിം ഇവൻറ്റ് ഡിഫറെൻറ്റ് ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെയാണ് നമ്മളെ കാണിക്കുന്നത്. വിച്ച് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദാറ്റ്സ് ഹൗ ദ സ്റ്റോറി പ്രോഗ്രസസ്. ഈ സെയിം സ്ക്രീൻ പ്ലേ കോൺസെപ്റ്റ് യൂസ് ചെയ്തേക്കുന്ന വേറെ ഒരു മൂവിയുണ്ട്, ഒരു ജാപ്പനീസ് മൂവിയാണ് മോൺസ്റ്റർ. എ വെരി വെരി നൈസ് ഫിലിം, ഡു ചെക്ക് ഇറ്റ് ഔട്ട്. പോസിറ്റീവ് നമ്പർ 3, ദി ഓവറോൾ ഹൊറർ എലിമെൻറ്റ്സ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഹൊറർ എലിമെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ജനറലി നമ്മൾ ഹോളിവുഡിൽ നിന്ന് കാണുന്ന ഇങ്ങനെ പ്രേതവും ഭൂതവും പിശാചും പള്ളിയിലച്ചനും കുരിശും എക്സോർസിസും അങ്ങനത്തെ സംഭവമൊന്നുമല്ല ഇതിൻ്റെ അകത്ത് ഓവറോൾ അറ്റ്മോസ്ഫിയറിക് ഹൊററാണ്. ഒരു ഈറി, ഒരു വിയർഡ്, ഒരു ഓവറോൾ നെഗറ്റീവ് എനർജി ഫുൾ മൂവിയുടെ ത്രൂ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ തന്നെ അൺകംഫർട്ടബിൾ ആക്കും. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ജംപ് സ്കെയർസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇങ്ങനത്തെ ഓവർ ദ ടോപ്പ് ജംപ് സ്കെയർസ് ഒന്നുമല്ല, പനൽ ജംപ് സ്കെയർസും അല്ല, എഫക്റ്റീവായ ജംപ് സ്കെയർസ്. അതിൻ്റെ കൂടെ ഗൈസ് നല്ല കിട്ടലും വയലൻസ് ഉണ്ട്, നല്ല അടിപൊളി വയലൻസ് ഉണ്ട്. ഈ പിള്ളേരെയും കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്ന വയലൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോകും നിങ്ങൾ. സോ ദി ഓവറോൾ കോമ്പിനേഷൻ ഓഫ് ഓൾ ഓഫ് ദീസ് ഹൊറർ എലിമെൻറ്റ്സ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് നല്ല ഒരു എൻ്റർടൈനിങ് ഹൊറർ എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ കൂടെ മൂവിയുടെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ കോമഡി ലേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹൊറർ കോമഡി, പ്രേതം കോമഡി കാണിക്കുന്നത് അങ്ങനത്തെ ടൈപ്പ് അല്ല, പക്ഷേ സിറ്റുവേഷണൽ കോമഡി. അപ്പം ദി ഓവറോൾ എക്സ്പീരിയൻസ് വാസ് വെരി നൈസ്. പോസിറ്റീവ് നമ്പർ 4, ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദിസ് ഫിലിം, എസ്പെഷ്യലി മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ മൂവിയുടെ ആ നെഗറ്റീവ് എനർജി വൈബിനെ നല്ലപോലെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. ദി ഓവറോൾ സിനിമാറ്റോഗ്രാഫി, സൗണ്ട്. ടു കൺക്ലൂഡ്, ഓവറോൾ ഒരു കിഡിലൻ, ഒരു ഇൻട്രസ്റ്റിംഗ്, ഒരു വെറൈറ്റി ആയ ഒരു ഹൊറർ മൂവിയാണ്. തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ? ഡെഫിനറ്റ്ലി പോയി കാണണം. ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസ് വാസ് വെരി വെരി ഗുഡ്. സോ ദാറ്റ് വാസ് മൈ റിവ്യൂ ഓഫ് വെപ്പൺസ്. യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. I will be back with another video, another review. Till then, take care. Goodbye.